Okay, chapter number 22. People's participation in the democratic process. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചാപ്റ്ററാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങളുടെ വലിയ രൂപത്തിലുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ്. ജനങ്ങൾ അവർ എലക്ഷൻ മുഖേനയും മറ്റുമൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അവർ ഗവൺമെൻറ്റിൻ്റെയും പബ്ലിക് ഡിബേറ്റുകളുടെയും ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസിൻ്റെയും അതുപോലെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളെയും പബ്ലിക് മീറ്റിംഗ് തുടങ്ങി പബ്ലിക് പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതൊക്കെ അവരൊക്കെ നടത്തുന്ന ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് അവരെന്ത് ചെയ്യും, ജനങ്ങൾ വിലയിരുത്തും. അതിനുശേഷമായിരിക്കും അവർ റെപ്രസെൻറ്റേറ്റീവ്സിനെ കൃത്യമായി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് തന്നെയാണ് ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള ജനാധിപത്യത്തിൽ അവർ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇനി ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളത്. അഥവാ അതൊരു ഏകീകൃതമായിട്ടുള്ള ഒപ്പീനിയൻ ആവണമെന്നില്ല, അതുപോലെ ഒരു മെജോറിറ്റിയുടെ ഒപ്പീനിയൻ ആവണമെന്നില്ല. പക്ഷേ അത് വെൽ കൺസിഡർ ചെയ്യപ്പെടുന്ന രൂപത്തിലായിട്ട് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഇൻട്രസ്റ്റുകളും പബ്ലിക് ഇൻട്രസ്റ്റിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസർ ചെയ്യപ്പെട്ട രൂപത്തിലായിരിക്കും അത് വരിക. ഒന്നാമതായിട്ട് പബ്ലിക് ഒപ്പീനിയൻ ചില പ്രത്യേകമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ അതിനുണ്ട്. ഒന്നാമതായിട്ട് അതൊരു ഏകീകൃത വ്യൂവിലേക്ക് അത് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കാരണമുണ്ടായിരിക്കും. അതുപോലെ മൊത്തം സമുദായത്തിൻ്റെ എല്ലാവിധ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും അത് ലക്ഷ്യം വെക്കുന്നുണ്ടാവുക. അതുപോലെ ജനങ്ങളുടെ ഈ ഒപ്പീനിയൻസ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഡെസിഷൻസും മറ്റുമൊക്കെ, അതുപോലെ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടീസുകളൊക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നവരൊക്കെ ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ വളരെ വലിയ രൂപത്തിൽ തന്നെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ജനാധിപത്യത്തിൻ്റെ കീഴിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെ വരുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കാരണം പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ മൂല ഘടകം എന്നുള്ളത്. ഈ ഒരു പബ്ലിക് ഒപ്പീനിയനിലൂടെ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ പവർ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഗവൺമെൻറ്റിനെ അത് മോട്ടീവ് ചെയ്യുന്നുണ്ട്, അതുപോലെ റെസ്പോൺസീവ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ തന്നെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകും. അതുപോലെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ മറ്റൊക്കെ ആയിട്ട് അവരെന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യും. അതൊക്കെ പബ്ലിക് ഒപ്പീനിയൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻസ് ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണത്തിനും ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള രൂപത്തിലായിട്ട് കൊണ്ടുവരാനൊക്കെ സഹായകരമാണ്. സത്യത്തിൽ ഈ ഡെമോക്രാറ്റിക് വാല്യൂസ് ആൻഡ് നോംസ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ തന്നെ പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളതാണ്. അതാണ് അവകാശങ്ങളെയും അതുപോലെ ഫ്രീഡം, ലിബർട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത്. ഇനി പൊതുസമുദായത്തിന് ഇത്തരം പബ്ലിക് ഒപ്പീനിയൻസുകൾ പ്രസൻറ്റ് ചെയ്യാൻ, എക്സ്പ്രസ് ചെയ്യാനുള്ള ഒത്തിരി ഏജൻസികളാണ് നാം നോക്കുന്നത്. ഒന്നാമതായിട്ട് പ്രിൻറ്റിംഗ് മീഡിയ എന്നുള്ളത് തന്നെയാണ് വളരെ വിശാലമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് മുമ്പിലുള്ളത്. മറ്റൊന്ന് ഇലക്ട്രോണിക് ആയിട്ടുള്ള മീഡിയകളുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ, മറ്റൊരുപാട് മീഡിയാസുകളുണ്ട്. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളതും ഓരോ സമുദായത്തിൻ്റെ രൂപത്തിലായിട്ടും അവരെന്തെയും മറ്റു പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെയുണ്ട്. പിന്നെ ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്, അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ എലക്ഷൻസ്. ഇതിലൂടെയൊക്കെ പബ്ലിക് ഒപ്പീനിയൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, അവർ മെജോറിറ്റി നേടിയെടുക്കുക എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എലക്ഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. എലക്ഷൻ എന്നുള്ളത് വളരെ പീസ്ഫുള്ളായിട്ടുള്ള പവറിൻ്റെ ഒരു ട്രാൻസ്ഫറാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് മെജോറിറ്റി പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്ത് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഭരണം കൈമാറുന്ന രൂപത്തിലുള്ള ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എലക്ഷനിലൂടെയാണ്. അപ്പോൾ എലക്ഷൻ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിലയിരുത്താം. ടൈപ്പ് ഓഫ് എലക്ഷൻ ഇൻ ഇന്ത്യ അത് 3 രൂപത്തിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എലക്ഷൻ എന്നുള്ളത് സാധാ ജനങ്ങൾ പോൾ ചെയ്തുകൊണ്ട് അവരുടെ ബാലറ്റ് പേപ്പറുകളിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ലെജിസ്ലേറ്റീവ് ബോഡികളായിട്ടും മറ്റു ലോക്സഭ, വിധാൻസഭ തുടങ്ങിയ ലോക്കൽ ഗവൺമെൻറ് ബോഡീസുകളിലേക്കൊക്കെ ആയിട്ട് അവരെന്തെയും തിരഞ്ഞെടുക്കുന്നു. ഇൻഡയറക്റ്റ് എലക്ഷൻ എന്നുള്ളത് 2 രൂപത്തിൽ വരുന്നുണ്ട്. ഒന്ന് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ, അവർ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ റെപ്രസെൻറ്റേറ്റീവ്സുകൾ അവർ വേറെ ആളുകളെ എലക്ട് ചെയ്യാൻ വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ പ്രസിഡൻസ് ഓഫ് ഇന്ത്യ അതുപോലെ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇവരൊക്കെ മെമ്പർ ഓഫ് രാജ്യസഭ ഇവരൊക്കെ ഇത്തരം ഒരു മെത്തേഡിലൂടെ, ഇൻഡയറക്റ്റ് എലക്ഷൻ മെത്തേഡിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരും കൂടിയാണ്. അതുപോലെ ഇന്ത്യയിലുള്ള എലക്ഷൻസ് 3 കാറ്റഗറികളായിട്ടാണുള്ളത്. ഒന്ന് ജനറൽ എലക്ഷൻ ഉണ്ട്, അതുപോലെ മിഡ് ടേം എലക്ഷൻ ഉണ്ട്, ബൈ എലക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ചാപ്റ്ററിൽ നമ്മൾ എന്തെയും പഠിക്കും. നെക്സ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ
ഇലക്ഷൻ ഇന്ത്യയിൽ കൃത്യമായിട്ട് വളരെ കർക്കശബോധത്തോടു കൂടി കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിട്ട് നടത്തുന്ന ഒരു വിഭാഗമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അത് സത്യത്തിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുപോലെ അതാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത്. അവർക്ക് കൃത്യമായിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. അതിന് പുറമെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ സഹായിക്കാനുള്ള മറ്റ് കമ്മീഷണർമാരും ഉണ്ടാകും. ഇവരൊക്കെ പ്രസിഡൻസ് ഓഫ് ഇന്ത്യയാണ്, അഥവാ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് ഇവരൊക്കെ എലക്ട് ചെയ്യപ്പെടുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി നമുക്കറിയുന്നത് പോലെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസുകളൊക്കെ എന്തൊക്കെയാണെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷൻസുകൾ നോക്കാം. അവർ ഈ ഇലക്ഷൻ എന്നുള്ളത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനായിട്ട് ഉറപ്പുവരുത്തണം. അതുപോലെ ഇലക്ട്രൽ റോൾസുകളൊക്കെ കൃത്യമായി തയ്യാറാക്കണം. അതുപോലെ റെക്കഗ്നൈസ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൃത്യമായിട്ട് അംഗീകൃതമാക്കേണ്ടതുണ്ട്. അതുപോലെ അവർക്ക് വേണ്ട ചിഹ്നങ്ങളും പൊളിറ്റിക്കൽ പാർട്ടീസിന് മറ്റുമായിട്ട് നൽകേണ്ടതുണ്ട്. അതുപോലെ അവർ കൃത്യമായിട്ടുള്ള ഡെഡ് ലൈൻസ്, അതുപോലെ ഇലക്ഷൻ നടത്തുന്ന ദിവസം, ഓഫീസ് തുടങ്ങിയിട്ടുള്ള ഇലക്ഷൻ്റെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നടപടികളും, അതുപോലെ ഇലക്ഷൻ നടത്തുക, അതിന് ഇലക്ഷനുള്ള ഓഫീസ്, അതുപോലെ ഇലക്ഷൻ റിസൾട്ട് എന്തെങ്കിലും അവസാനം പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ഇലക്ഷൻ ഒഫീഷ്യലായിട്ടുള്ള ഇലക്ഷൻ ഓഫീസർമാരുണ്ട്. അവർ 3 വിഭാഗക്കാരായിട്ട് നമുക്ക് മാറ്റാം. ഒന്നാമതായിട്ട് റിട്ടേണിംഗ് ഓഫീസറാണ്. അദ്ദേഹമാണ് എല്ലാ മണ്ഡലങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ഇലക്ഷൻ്റെ എല്ലാവിധ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത്, നോമിനേഷൻ സ്വീകരിക്കേണ്ടതും, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതും, ഇലക്ഷൻ സിംബലുകളും കാൻഡിഡേറ്റ്സുകൾക്ക് മറ്റുമൊക്കെ ആയിട്ട് അവർ നൽകേണ്ടതും, അതുപോലെ ഇലക്ഷൻ ആ മണ്ഡലത്തിൽ നടത്തേണ്ടതും, അതുമായി ബന്ധപ്പെട്ട വോട്ട് കൗണ്ടിങ്, അവസാന റിസൾട്ട് പ്രഖ്യാപനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് റിട്ടേണിംഗ് ഓഫീസറാണ്. രണ്ടാമത്തെ ഓഫീസർ എന്നുള്ളത് പ്രിസൈഡിംഗ് ഓഫീസർ. അദ്ദേഹത്തിൻ്റെ ഇൻചാർജ് എന്നുള്ളത് ഓരോ ബൂത്തുകളിലായിരിക്കും. ആ ബൂത്തുകളിൽ വരുന്ന എല്ലാവരെയും കൃത്യമായിട്ട് വോട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടവരാണോ മറ്റു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാലറ്റ് ബോക്സ്, EVM തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വോട്ടിന് ശേഷം റിട്ടേണിംഗ് ഓഫീസറിലേക്ക് എത്തിക്കുക തുടങ്ങിയിട്ടുള്ള അസിസ്റ്റൻസും അതിൻ്റെ കീഴിൽ പ്രിസൈഡിംഗ് ഓഫീസർക്കുള്ളത്. അതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ താഴെ വരുന്നതാണ് പോളിംഗ് ഓഫീസർ. അഥവാ ഈ എല്ലാ പ്രിസൈഡിംഗ് ഓഫീസറിനെ സഹായിക്കാനായിട്ട് 3-4 ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അവരെയാണ് നമ്മളെന്ത് പോളിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അവർക്ക് പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഐഡൻറ്റി പ്രൂഫ് ചെക്ക് ചെയ്യുക, അതുപോലെ വോട്ടേഴ്സിൻ്റെ കൈകളിൽ ഇങ്ക് മഷി പുരട്ടുക, അതുപോലെ അവരുടെ ബാലറ്റ് പേപ്പർ മറ്റൊക്കെ ആയിട്ട് സിഗ്നേച്ചർ കാര്യങ്ങളിലൊക്കെ അവരെ സഹായിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് പോളിംഗ് ഓഫീസേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ. നെക്സ്റ്റ്, ഇന്ത്യയിലുള്ള ഇലക്ട്രൽ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. മേൽ പറഞ്ഞതിൻ്റെ ഷോർട്ടായിട്ട് പറയാം. ആദ്യമായിട്ട് നമ്മളുടെ മണ്ഡലങ്ങളിലെ മറ്റുമൊക്കെ ആയിട്ടുള്ള അതിർത്തി നിർണ്ണയം എന്നുള്ളതാണ്. പിന്നെ ഇലക്ഷൻ ആവശ്യമുള്ള റോളുകൾ, അതുപോലെ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻസ്, ഇലക്ഷൻ്റെ ഷെഡ്യൂളുകൾ, അലോട്ട്മെൻറ്റ് ഓഫ് ഇലക്ഷൻ സിമ്പിൾസുകൾ, അതുപോലെ റീപോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള മറ്റ് പ്രോസസ്സുകൾ. അതുപോലെ ഇലക്ഷൻ കൗണ്ടർ മാൻഡിങ് ഓഫ് ഇലക്ഷൻ, വേണ്ട രൂപത്തിൽ കൗണ്ടറിങ് ഓപ്ഷൻ, അതുപോലെ കൗണ്ടിങ് ഓഫ് വോട്ട്സ്, അനൗൺസ്മെൻറ്റ് ഓഫ് റിസൾട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷനിൽ പ്രധാനപ്പെട്ടതായിട്ടാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അവകാശങ്ങളുള്ളത് ആരൊക്കെയാണെന്നുള്ളതാണ്. ഇന്ത്യയിൽ അതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഇന്ത്യൻ ഭരണഘടന അനുസൃതമായിട്ട് അഡൽട്ട് ഫ്രാഞ്ചൈസ് പറയുന്ന അഥവാ വോട്ടവകാശം ലഭിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 18 വയസ്സായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരെ യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും കൂടാതെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് സുവ്യക്തമായി ഭരണഘടന നൽകുന്ന ഒരു അവകാശം കൂടിയാണ്. പിന്നെ അവസാനമായിട്ട് ഇലക്ഷൻ റിഫോംസുകളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ഇലക്ഷനിൽ വളരെ ഫെയറായിട്ട് നമ്മൾ കാണേണ്ടതില്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തേണ്ട ഒരു വിഷയം കൂടിയാണ്. അതിലൊരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സുകളും സാഹചര്യാനുസൃതമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ചില കംപ്ലയിൻറ്റുകൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂഡ് ചെയ്യാറുണ്ട്. ഫേക്കും അതുപോലെ ബോഗസ് വോട്ടിങ്ങുകളൊക്കെ ഇലക്ഷനിൽ നടക്കാറുണ്ട്. അതുപോലെ മസിൽ പവർ യൂസ് ചെയ്തിട്ട് ഒരുപാട് ആക്രമണങ്ങൾ നടത്തി വോട്ടേഴ്സിനെ പിന്തിരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടത്താറുണ്ട്. അതുപോലെ ക്യാഷ് നൽകിക്കൊണ്ട് വോട്ട് വാങ്ങാറുണ്ട്. അതുപോലെ ഗവൺമെൻറ് മെഷീനറീസുകളെ മിസ്യൂസ് ചെയ്യാറുണ്ട്. വോട്ട് കളങ്കം നമുക്ക് അറിയുന്ന വിഷയങ്ങളാണ്. അതുപോലെ ഒരു ബൂത്ത് ഒരു വിഭാഗക്കാർ ക്രിമിനലൈസ് ചെയ്തുകൊണ്ട് പിടിച്ചടക്കുക, ഇലക്ഷൻ തടസ്സം നിർത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇതിനെതിരായിട്ടുള്ള സജസ്റ്റഡ് ഇലക്ട്രൽ റിഫോംസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രവർത്തനം കൃത്യമായിട്ടുള്ള രൂപത്തിലുള്ള പണിഷ്മെൻറ്റുകളാണ് അത് നൽകപ്പെടുന്നത്. എക്സ്പെൻഡിച്ചർ മറ്റുള്ള കാര്യങ്ങൾ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാൻഡിഡേറ്റ്സ് സ്ഥാനാർത്ഥി അത് വഹിക്കേണ്ടി വരും. അതുപോലെ പ്രത്യേകമായിട്ടുള്ള പണിഷ്മെൻറ്റ് ബൂത്ത് കാര്യങ്ങളൊക്കെ പിടിച്ചടയ്ക്കുകയോ അതുപോലെ കള്ള വോട്ട് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രൂപത്തിലുള്ള പണിഷ്മെൻറ്റുകൾ നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫണ്ടിങ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇത്തരം കാര്യങ്ങളിലൊക്കെ അതുപോലെ തന്നെ കംപ്ലയിൻറ്റുകളൊക്കെ കൃത്യമായ രൂപത്തിൽ മതപരമായിട്ട് മറ്റൊന്നുമില്ലാതെ ക്യാമ്പയിനുകളൊന്നും ഇല്ലാതെ ചെയ്യപ്പെടുന്നതാണ്, ബാൻ ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ ഇത്തരം ക്രിമിനൽസുകളെ മേൽ പറഞ്ഞതുപോലെ ക്രിമിനൽസുകളെ ഇലക്ഷനിൽ പങ്കെടുക്കുക എന്നുള്ള ആ ഒരു അവകാശം അവരിൽ നിന്ന് നിഷേധിക്കുന്നതാണ്. അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നുള്ളതുമാണ്.
ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ വളരെ ലഘുവായ രൂപത്തിലുള്ള ഒരു ഷോർട്ട്.